വഴക്കൊന്നുമില്ല കേട്ടോ. ഞങ്ങള് രണ്ടുപേരും ഹാപ്പിയാണ്. പക്ഷെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വഴക്കടിക്കുന്നത്. മമ്മി പോകുമ്പോ പറയാണ് ആദ്യമായിട്ടാ എനിക്ക് തിരിച്ചു പോവാൻ തോന്നില്ല, കുറച്ച് ദിവസം കൂടെ നിക്കണായിരുന്നു. ഡാഡി പറഞ്ഞ കുഴപ്പമില്ല, അതെ. പക്ഷെ ബെഡ്റൂം ഒരു സബ്ബാ, എയറിൽ കിടക്കാം. ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. സോ ന്യൂ ഇയറിന്റെ തുടക്കം തന്നെ നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് എക്സ്റ്റെൻഡ് ആവുകയാണ്. സോ കാര്യങ്ങൾ പറയാം. സോ ഡാഡി മമ്മി സെപ്പറേറ്റ് ആയിട്ട് ആണ് വന്നത്. ഞങ്ങള് ദോഹയിൽ ഇങ്ങോട്ട് വന്നു. സോ ഡാഡി മമ്മിയും ഞങ്ങളെല്ലാവരും ഇന്നാണ് പോകേണ്ടത്. ഡിഫറെൻറ്റ് എയർലൈൻസ്. ഞങ്ങൾ ഖത്തർ എയർലൈൻസും അവർ എയർ അറേബ്യയിലാണ് പോകേണ്ടത്. സോ ഡാഡി മമ്മീനെ ഇപ്പം എയർപോർട്ടിലേക്ക് ഞാൻ കൊണ്ടുവിടാൻ പോവാണ്. ഞങ്ങളുടെ ഫ്ലൈറ്റ് ഈവനിങ് ആയിരുന്നു. പക്ഷേ ഞങ്ങൾ ഒരു സ്പെഷ്യൽ ബഡി ടിക്കറ്റ് എന്ന് പറഞ്ഞ ഒരു സ്കീമിലാണ് വന്നത്. ബഡി ടിക്കറ്റ് സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലൈറ്റ് വേക്കൻ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് പോവുള്ളൂ. റെഗുലർ പാസഞ്ചേഴ്സൊക്കെ പോയി കഴിഞ്ഞിട്ടേ ഞങ്ങൾക്ക് സീറ്റ് കിട്ടുള്ളൂ. കാരണം റേറ്റ് ഭയങ്കര കുറവാണ്. സോ ഈ ഖത്തറിലെ ജോർജിയ ടു ഖത്തർ, ടിബ്ലിസി ടു ഖത്തറിൽ ആക്ച്വലി ഇപ്പം ഈ ന്യൂ ഇയറിന് ശേഷം എന്തോ 4 ദിവസം എന്തോ ബാങ്ക് അവധിയാണ് ഖത്തറിൽ. സോ ഒരുപാട് പേര് ബഡി ടിക്കറ്റിൽ വന്നിട്ട് തിരിച്ചു പോകാൻ ഭയങ്കര ക്യൂ ആണ്. ഞങ്ങൾക്ക് ഏകദേശം 2-3 ദിവസത്തേക്ക് ഇനി ടിക്കറ്റ് ഇല്ലയെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അത്രയും ഫുള്ളാണ്. സോ ഞങ്ങളുടെ ന്യൂ ഇയർ ഈ പുതിയ രാജ്യത്ത് കുറച്ച് നാളും കൂടെ കണ്ടിന്യൂ ചെയ്യാൻ പോവാണ്. സോ ആദ്യമേത്തെ ടാസ്ക് ഡാഡി മമ്മീനെ കൊണ്ടുവിടണം എയർപോർട്ടിൽ. അത് കഴിഞ്ഞിട്ട് വേറൊരു അക്കോമഡേഷൻ കണ്ടുപിടിക്കണം. ഈ ലാസ്റ്റ് മൂവ്മെന്റ് ആയതുകൊണ്ട് അറിയാലോ, റേറ്റ്സ് വിൽ ബി വെരി ഹൈ. ആൻഡ് ദെൻ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. സോ മേ ബി നിങ്ങളുടെ അടുത്ത് കുറച്ചും കൂടെ നല്ല നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ടിബ്ലിസിയിലെയും ജോർജിയയിലെയും വ്ളോഗ്സ് കൊണ്ടുവരാൻ പറ്റുന്നതായിരിക്കും. സോ സ്റ്റക്ക് ഇൻ ന്യൂ ഇയർ തന്നെ വി ആർ സ്റ്റക്ക് ഇൻ അനദർ കൺട്രി. വേറെ ഇപ്പോൾ എയർ അറേബ്യ ഫ്ലൈറ്റ് അതൊക്കെ എടുക്കാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വൺ സൈഡ് തന്നെ ഒരാൾക്ക് വരുന്നത് 50,000-60,000 റുപ്പീസ് ഒക്കെയാണ് ഈ സഡൻ മൂവ്മെന്റ് എടുക്കാൻ നോക്കിയാണ്. ബട്ട് നോ പ്രോബ്ലം, വിൽ എൻജോയ് അവർ ടൈം ഹിയർ. അപ്പൊ ഡാഡി ജോർജിയ കഴിഞ്ഞു, തിരിച്ച് നാട്ടിലേക്ക് പോവാണ്. ഒരു കുഴപ്പമില്ലാതെ ഇത്രയും ദിവസം പ്രാർത്ഥിക്കുകയാണ്, പ്രശ്നങ്ങളൊന്നുമില്ല നാട്ടിലെത്തണം. അതെത്തും, ഇനി കുഴപ്പമൊന്നുമില്ല. വെയിറ്റ് ഓക്കെയാണ്, നല്ല എല്ലാം ബുക്ക്ഡ് ആണ്, ഒന്നും കുഴപ്പമില്ല. ഞങ്ങള് ജോർജിയയിൽ സ്റ്റക്കായി 4 ദിവസം കൂടെ മിനിമം. 4 ദിവസം കഴിഞ്ഞ് വരാമല്ലോ. ഞങ്ങളെ വഴക്കടുപ്പിച്ച് നിങ്ങൾ 4 ദിവസം ഇവിടെ നിന്നു. ആ വഴക്കടുപ്പിച്ച് എന്തിനാന്ന് അറിയില്ല. നാളെ ഷോർട്ട് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പൊ ഞങ്ങൾക്ക് വഴക്കൊന്നുമില്ല കേട്ടോ. ഞങ്ങള് രണ്ടുപേരും ഹാപ്പിയാണ്. പക്ഷെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വഴക്കടിക്കുന്നത്. ജോർജിയ എങ്ങനെ ഉണ്ടായിരുന്നു? ജോർജിയ ഭയങ്കര നല്ല തണുപ്പ്, സഹിക്കാൻ പറ്റാത്ത തണുപ്പാണ് ആയിരുന്നു. പക്ഷെ നല്ല സ്ഥലം. ഏറ്റവും വൈബായത് ന്യൂ ഇയർ. ഓ, അത് സൂപ്പർ ആയിരുന്നു, അതൊന്നും പറയാനില്ല. പിന്നെ നമ്മള് മറ്റേത് മലമുകളിലേക്ക് പോയത്, ഡാഡി ഇരുന്ന് പോയില്ലേ, വീഴാൻ പോയില്ലേ? ആ അത് പോയി. പിന്നെ നമ്മള് സ്നോയില് സ്റ്റക്കായ ദിവസം, അതും മറക്കാൻ പറ്റാത്തൊരു സംഭവം ആയിരുന്നില്ലേ? അതെ, കൊറേ മറക്കാൻ പറ്റാത്ത ജോർജിയയിൽ കൊറേ മെമ്മറബിൾ ഉണ്ട്. പക്ഷെ നമ്മള് പ്രതീക്ഷിച്ചില്ല. അതെ, പക്ഷെ ആ ലാസ്റ്റ് ദിവസത്തെ സൂപ്പറായി. പിന്നെ നമുക്ക് ഒരിക്കലും മെയിൻ ആയിട്ട് പറയേണ്ടത്, ഇത്രയും ദിവസം ഈ തണുപ്പത്തും ഇത്ര എക്സ്ട്രീം സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ആർക്കും ഒരു പ്രശ്നം ഉണ്ടായില്ലല്ലോ. അതൊരു വലിയ കാര്യം. ആ വയറ്റിന് പോലും കാര്യമായിട്ട് അസുഖം ഉണ്ടായില്ല. അതെ, നമ്മളുടെ കൂടെയുണ്ട് ദൈവം. അപ്പൊ അതുകൊണ്ട് നിങ്ങളെ ഇപ്പൊ ഞാൻ എയർപോർട്ടിൽ കൊണ്ട് വിടാൻ പോവാണ്. നാട്ടിലെത്തിയിട്ട് കാണാം, എന്നിട്ട് നമുക്ക് അടുത്ത ട്രിപ്പ് പ്ലാൻ ചെയ്യാം. എന്തായാലും നല്ലൊരു ട്രിപ്പായിരുന്നു, മറക്കാൻ പറ്റാത്തൊരു ട്രിപ്പായിരുന്നു. ഒന്ന് കെട്ടിപ്പിടിക്കട്ടെ. അങ്ങനെ ആഘോഷിച്ചു. എന്തായാലും ഇവിടെ ആഘോഷിച്ചു. എന്തായാലും യാത്ര നല്ല രീതിയിൽ തന്നെ തുടങ്ങിയല്ലോ ജാനുവരിയില്. നല്ല യാത്രയായിരുന്നു. ഉള്ളി പ്രശ്നം ജോർജിയയിലെ ഭക്ഷണം ഞാൻ വരെ പറയുവാണ്, വളരെ മോശമാണ്. ജോർജിയയിലെ പലക, അതാണ് ബ്രെഡും മണ്ണും ചീസും, പക്ഷെ ഉപ്പും സഹിക്കാൻ പറ്റാത്ത ഉപ്പ്. അതാണ് എനിക്കിവിടെ ചിക്കനും ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല, എല്ലാത്തിനും ഉപ്പ്, ഭയങ്കര ഉപ്പ്. അത് വാഷ് ചെയ്ത് വേണം കഴിക്കാൻ. അപ്പൊ എയർപോർട്ടിൽ പോവാം. ഓക്കെ, നിങ്ങളെ കയറ്റി വിടാൻ ഞാൻ എയർപോർട്ടിൽ വരണ്ടല്ലോ. അങ്ങനെയൊന്നുമില്ല. എയർപോർട്ട് ട്രാൻസ്ഫറിനൊന്നും വേറെ വണ്ടികളൊന്നും പിടിക്കണ്ട. ബോൾട്ടിന്റെ വാൻ ഉണ്ട്, ഇത് മെർസിഡീസ് ബെൻസിന്റെ വാനാണ്. ഇപ്പൊ ഞങ്ങൾ താമസിക്കുന്ന ഒരു ലിബർട്ടി സ്ക്വയറിന്റെ അടുത്താണ്. ഇവിടുന്ന് നമ്മുടെ എയർപോർട്ടിന്റെ അടുത്ത്, എന്ന് മെയിൻ സിറ്റിന്ന് എയർപോർട്ടിന്റെ അടുത്ത് ഏകദേശം നമ്മുടെ നാട്ടിലത്തെ ഒരു 1400-1500 രൂപയുടെ അടിയിൽ നിന്നോളും വലിയ വണ്ടിക്ക്, ഇത്രയും വലിയ വണ്ടിക്ക്. സോ ഏറ്റവും സേഫും
ഏറ്റവും സ്കാം ഞാൻ വീണ്ടും പറയാം, ഭയങ്കര ടാക്സി സ്കാമാണ്. നിങ്ങൾ പെട്ടുപോകും. ഒരിക്കലും ഈ ആപ്പ് ബേസ്ഡോ യാൻഡെക്സോ ബോൾട്ടോ അങ്ങനത്തെ ആപ്പ് ഉപയോഗിച്ച് മാത്രം ടാക്സി ഏത് രാജ്യത്ത് പോയാലും പിടിക്കുക. മേ ബി എക്സെപ്ഷൻ വിൽ ബി ജപ്പാൻ. സ്കാം ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. ബാക്കി എവിടെ പോയാലും ബോൾട്ട് അല്ലെങ്കിൽ ഇതുപോലെ ആപ്പ് ഉപയോഗിക്കുക. ഇങ്ങനെ ഒരു 40 മിനിറ്റ്സിൽ നമ്മളെത്തും എയർപോർട്ടിൽ. മെയിൻ സ്ട്രീറ്റ് ആണ് നമ്മുടെ ന്യൂ ഇയർ സെലിബ്രേഷൻ നടന്നത്. റുസ്റ്റാവലി അവന്യൂ കാലിയാണ് ഇന്നും. എനിക്കൊന്നും ഇനി ഇവർക്ക് ഒരാഴ്ച ചിലപ്പോൾ ആരും കാണില്ലായിരിക്കും റോട്ടിൽ. കാരണം ഇവർക്ക് 7-ാം തീയതി ക്രിസ്മസും 14-ാം തീയതി തോന്നുന്നു ന്യൂ ഇയർ. ഡാഡി മമ്മി ബാക്കി ഇനി നാട്ടി വെച്ച് കാണാം. ഓക്കെ. ദേ ഇവർ ജോർജിയിൽ നിന്ന് വന്ന രീതി പോകുന്ന രീതി നോക്ക്. ഇനി എല്ലാം ഇവിടെ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് കൗണ്ടറിൽ എത്തിച്ചാൽ നാട്ടിലേക്ക് സാധനം എത്തിക്കോളും. ഓക്കെ. വഴി തെറ്റി വേറെ സ്ഥലത്തേക്കൊന്നും പോകരുത്. ഷാർജയിൽ നിന്ന് വേറെ എങ്ങോട്ടും പോകരുതെന്ന്. അപ്പൊ ഓക്കെ ഡാഡി, നാട്ടിൽ വെച്ച് കാണാം. ബൈ മമ്മി, കാണാം. ബൈ. Thank you for all the hospitality and help you have extended. അതൊക്കെ നമുക്ക് നാട്ടിൽ വെച്ച് ബാക്കി അടുത്ത ട്രിപ്പിന്റെ പ്ലാനിങ് ആയിരിക്കും ഇനി. ഓക്കെ ബൈ. അപ്രതീക്ഷിതമായി നമ്മൾ 4 ദിവസം മിനിമം 4 ഡേയ്സും കൂടെ ജോർജിയയിലാണ്. പക്ഷെ വി വോണ്ട് കോൾ ഇറ്റ് ആസ് സ്റ്റക്ക് അല്ലേ. ഇറ്റ്സ് ഓക്കെ, നമുക്ക് കുഴപ്പമില്ല. നല്ല സ്ഥലം, നല്ല വെതർ. ലെറ്റ്സ് സീ. മമ്മി പോകുമ്പോൾ പറയാണ് ആദ്യമായിട്ടാ എനിക്ക് തിരിച്ച് പോകാൻ തോന്നില്ല, കുറച്ച് ദിവസം കൂടെ നിൽക്കണമായിരുന്നു. ഡാഡി പറഞ്ഞാൽ കുഴപ്പമില്ല. അതെ, അതെന്താണെന്നറിയോ, ഇവിടെ വന്നിട്ട് കുറെ ഇറങ്ങി നടന്നു. മറ്റേ വീട്ടിൽ തന്നെ ഇരിക്കും, ഇടയ്ക്ക് വല്ല ഫ്രണ്ട്സ് ക്ലബിൽ പോകും. അതെ, ഇല്ല അതാ. പിന്നെ കാഴ്ചകളും കണ്ട് ഹാപ്പിനെസ്സും ഉണ്ടല്ലോ, അതൊരു എല്ലാം കൂടെ നല്ലതാ. ഇനി നമ്മുടെ ടാസ്ക് എവിടെയെങ്കിലും പോയി 4 ദിവസം താമസിക്കാം. നല്ല സ്ഥലമൊന്നും നോക്കണ്ട കേട്ടോ. ലാസ്റ്റ് മൂമെന്റിൽ കിട്ടുമ്പോൾ ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ ഒരു സ്ഥലം ബുക്ക് ചെയ്തു. ഹോട്ടലൊന്നും അടുക്കാൻ പറ്റുന്നില്ല. ഒരു Airbnb ബുക്ക് ചെയ്തിട്ടുണ്ട്. ബാക്കിൽ 2 ബ്യൂട്ടിഫുൾ ഗോൾഡൻ റിട്രീവേഴ്സും ഉണ്ട്. അപ്പൊ എടുക്ക. ഇത്രയും വെയിറ്റ് ഉള്ള വെട്ടിയോ മോനെ എടുക്കണ്ട. വേണ്ട, ഭയങ്കര വെയിറ്റാ. ഡോഗ്സ് കണ്ടോ ഇവിടെ. ആ കൂടെ സ്ട്രേ ഡോഗ്സ് അറ്റാക്ക് ചെയ്യുന്ന വേറെ ഡോഗ്സിനെ കേട്ടാ. പ്രിൻസസ് എല്ലാവർക്കും ഗിഫ്റ്റ് തരുന്നേ. താങ്ക് യു ഡാർലിംഗ്. പ്രിൻസസ് അപ്പൊ ശരിക്കുള്ള പ്രിൻസസ് ആണെന്ന് തോന്നുന്നു. ബൈ. അത് കൊള്ളാലോ. ഏത് പ്രിൻസ് അല്ലേ? അല്ല, ചെറിയ പ്രിൻസസും ഉണ്ട്. സൂപ്പർ ഏരിയ. 24/7 സൂപ്പർ മാർക്കറ്റ് വിത്ത് ഫുഡ് ഉണ്ട്. 24 മണിക്കൂറും ഉണ്ട്. ഫ്രണ്ടിൽ തന്നെ വേദുവിന് കളിക്കാൻ ലണ്ടൻ പാർക്ക് എന്ന് പറഞ്ഞൊരു ഏരിയ ആണ്. ഇനി നമ്മുടെ അപ്പാർട്ട്മെന്റും തപ്പണം. ഇതിൽ ഏതോ ഒരെണ്ണം ആണ്. ഇനി ഇത് എത്ര നല്ല കയറണം എന്ന് എനിക്കറിയില്ല. ഇവിടെ ലിഫ്റ്റില്ല, എല്ലാം സോവിയറ്റ് ഏരിയ അല്ലേ. നോക്കാം. ഞാൻ ബിൽഡിംഗ് തപ്പട്ടെ. സ്റ്റെപ്പ് കയറാത്ത എന്നിട്ട് ഞാൻ മേളിൽ നിന്ന് വലിക്കാം. എവിടാ വേദു പോയാ? നന്നായി. അതെ, സ്ഥലം കണ്ടുപിടിച്ചു. കുറച്ച് പൊട്ടിപ്പോണി. ഞാൻ വലിയ സ്റ്റെപ്സ് ഒന്നുമില്ല, കുറച്ച് സ്റ്റെപ്സ് ഒക്കെ ഉണ്ട്. പക്ഷേ ബെഡ്റൂം ഒരു സംഭവ എയറിൽ കിടക്കാം. എന്താ ഡാഡി മമ്മി ഉള്ളപ്പോ ഇത് Airbnb ബുക്ക് ചെയ്യാത്തതെന്ന് ചോദിച്ചില്ലേ? അതിപ്പോ ബെഡ്റൂം കാണുമ്പോൾ മനസ്സിലാവും. എൻട്രൻസ് ഇതൊക്കെ കാണുമ്പോ തന്നെ ആൾക്കാർക്ക് ശരിക്കും പേടിയാവും. എന്താ ഇങ്ങനത്തെ സ്ഥലത്താണോ താമസിക്കുന്നത്, അതാ ഇതാന്നൊക്കെ. ഇവിടത്തെ Airbnb ഏകദേശം ഇങ്ങനെയാണ്. മോഡേൺ ബിൽഡിങ്സ് വളരെ കുറവാണ്. ഇപ്പോ തുണി ഉണക്കാൻ സ്ഥലമുണ്ട്. വേറെ എന്ത് വേണം? നമ്മുടെ ഇങ്ങനെ തുണി എറിയും, താഴേന്ന് എറിയുമ്പോ അതിലേക്ക് പോയി വീഴും. അങ്ങനെയാ പറയാ തുണി ഉണക്കുന്നത് ഇവിടെ. ഇവിടുന്ന് എറിയും അടിയുന്ന്. ഇവിടുത്തെ മറ്റേ ചിലയിടത്തൊക്കെ മങ്കീസിനെ ട്രെയിൻ ചെയ്യാറില്ലേ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ. അതുപോലെ ഇവിടെ അതിനുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ആനിമൽസ് ഉണ്ട്. ഞാൻ വിശ്വസിക്കില്ല ഇന്നത്തെ തള്ളു. എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ ബിൽഡിങ്സ് ഇവിടെ മൊത്തം. യുക്രൈൻ്റെ ഒക്കെ സെയിം പോലെ. കേറുമ്പോ റൈറ്റ്, ഫസ്റ്റ് റൈറ്റ് എടുക്കുമ്പോ ബെഡ്റൂം കാണാം. മേളിൽ നോക്ക്, അതാണ് ബെഡ്റൂം. വലിയ സ്പേസ് അവിടെ. ഇതേ അടിയിൽ തന്നെ ബാത്റൂം. ആ ഇരുട്ടണ്ട, നമുക്ക് ലൈറ്റ് ഒക്കെ ഇട്ട് കിടക്കാം. ബങ്ക് ബെഡാ? ഭയങ്കര സ്പേഷ്യസ് പറയാ.
ടാർസനെ പോലെയൊക്കെ ചാടി വരാം രാത്രി. എനിക്ക് മൂത്രം ഒഴിക്കണമെങ്കിൽ അവിടുന്ന് ഒറ്റ ചാട്ടം താഴത്തേക്ക്. തല മുട്ടത്തില്ല. ഇല്ല ഇല്ല, ഭയങ്കര സ്പേസ് എന്റെ മുകളില്. പൊളിക്കാം. ഇനി ഇതേ ഹോളൊക്കെ നോക്ക്. പ്രിയ ഹോളിൽ കിടക്ക്. അതെ, വലിയ ഹോളാണ്. ഇവിടെ ഒരു ബാൽക്കണി സ്പേസ് പോലെ ഉണ്ട്, ഹൈ ടേബിള്, ഇവിടെ മൈക്രോവേവ്, വാഷിംഗ് മെഷീൻ എല്ലാം ഉണ്ട്. നല്ല മോഡേൺ ആണ്. ആ വെളിയിൽ നിന്ന് കണ്ടാ പറയൂ ഈ ബിൽഡിംഗ് ആണ് അല്ലേ? എന്തൊരു സ്റ്റൈലായിട്ടുണ്ട് നോക്ക്. ഷോറൂം പോലെ. ഇനി അടിപൊളി ബാത്റൂം തുറന്നു നോക്ക്. ബാത്റൂം എന്താ ഇത്രയും വലുത് എനിക്ക് അറിയില്ല. ആ കണ്ട, ഭയങ്കര വലിയ ബാത്റൂം. ഓ ഇവിടെ വലിയ ഹൈ സീലിംഗിലുള്ള, വലിയ മിററുള്ള, വലിയ ലൈറ്റ്സ് ഉള്ള, വലിയ ബെഡുള്ള, വലുതായി തുണി തൂക്കിയിടാൻ പറ്റിയ ബെഡ്റൂമും ഉണ്ട്. അടിപൊളിയല്ലേ? വൈകുന്നേരം നല്ല രസമുണ്ട്. അവന്റെ സൈഡിൽ ബ്ലാങ്കറ്റും വെച്ചിട്ടുണ്ട് ഇരിക്കാൻ. വൈകുന്നേരം പാർക്കിൽ പോയി കോഫി കുടിക്കാം. ഫുൾ സെറ്റപ്പ്. ടബൊന്നുമില്ല. എന്നിട്ട് നമുക്ക് ഇറങ്ങാം. അടിപൊളിയല്ലേ? മണം തന്നെ കണ്ട എല്ലാം ഉണ്ട്. ഇവിടെ ഷവർ ക്യൂബിക്കല് അല്ലേ, ഷവർ ഹെഡ്, ടോയ്ലറ്റ്. അതോ എല്ലാം അയൽത്തോസ് ഒന്നും വേണ്ട, ഇത്രയും കുഴപ്പമില്ല. ബാക്കി എല്ലാം അടിപൊളിയല്ലേ? പപ്പു ഇനിയുണ്ടോ ഒരെണ്ണം? അപ്പൊ പ്രിയ എത്ര നാള് വേണമെങ്കിലും ബാത്റൂമിൽ ഇരുന്നോ, കുഴപ്പമില്ല. ഓ ഇത് കൊള്ളാലോ. ഇത് ബാത്റൂം ആയിട്ടേ തോന്നുന്നില്ല കേട്ടാ. വേറെ റൂം പോലെ ഫുൾ ഹീറ്ററും ഉണ്ട് ബാത്റൂമില്. അപ്പൊ എത്ര നേരമെങ്കിലും കുളിക്കാം. അത് മാത്രമല്ല, അവരെല്ലാം വെച്ചിരിക്കുന്നുണ്ട്. ഹോട്ടൽ സ്റ്റൈൽ എമിനിറ്റീസ് മൊത്തം വെച്ചിരിക്കുന്നത്. ഇവിടെ 2 വാഷിംഗ് മെഷീൻ. എന്തിനാന്നറിയില്ല. സൂപ്പർ ഡൂപ്പർ. ഇനി പൊളിക്കും. ഹെയർ ഡ്രയർ എല്ലാം ഉണ്ട്. ഇനി 4 ദിവസം ഒരു കുഴപ്പമില്ല. പാർക്കിൽ കളിക്കാനൊക്കെ കുട്ടികൾ നിൽക്കുവാണ്. അത് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് വരും. പക്ഷെ ഏരിയ കൂടെ നടക്കാനൊക്കെ അടിപൊളി. എനിക്ക് എയർബിഎൻബി ഭയങ്കര ഇഷ്ടമായി. സൈഡിൽ നല്ല ഇതുണ്ട്, ബേക്കറിയും അടുത്ത് തന്നെ 24 hour ഷോപ്പും. നല്ലതല്ലേ? ഫുഡ് കഴിക്കാൻ പോകുന്ന ഞാൻ നല്ല സ്ഥലം ഇത്തവണ പ്രോമിസ് ചെയ്ത് കൊണ്ടുപോവാ. ഇതുവരെ ഞാൻ നല്ല ഫുഡ് കഴിച്ചിട്ടില്ല. ജോർജി ഒന്ന് 1-2 തവണ അത്രേ ഉള്ളൂ. ആദ്യത്തെ ദിവസം നമ്മൾ കഴിച്ചു, പക്ഷെ എന്നാലും അത്ര അടിപൊളിയൊന്നും അല്ലായിരുന്നു. ഉപ്പാന്നേ. ഇന്ന് നല്ല വേറെ സംഭവം. വാ, നമ്മൾ എത്ര 5 മിനിറ്റ് നടന്നു. നേരെ ഡ്രൈ ബ്രിഡ്ജ് മാർക്കറ്റും നമ്മൾ അന്ന് പോയ ക്രിസ്മസ് മാർക്കറ്റും എല്ലാത്തിന്റെ ഏരിയ എത്തി. അത്രയും പ്രൈം ഏരിയ. അപ്പൊ മറ്റേ ഫാബ്രിക് അടുത്ത, എല്ലാം അടുത്ത. ഇത് മറ്റേനെ കാട്ടി ബെറ്റർ ആട്ടാ. നേരത്തെ താമസിച്ചത് നല്ല ഏരിയ ആണ് ഇത്, പക്ഷെ അതിനെ കാട്ടി നല്ല ഏരിയ. സോ നൈസ് നോ. എന്ത് ഭംഗിയാന്ന് നോക്ക് ടിബ്ലിസി. ആക്ച്വലി ഉണ്ടല്ലോ, ഫുൾ ഒരു 90% ടിബ്ലിസി പഴയതാണ്. USSR ഇറയിലെ സംഭവം തന്നെയാണ്. പുതിയ ഡെവലപ്മെന്റ്സ് ഒക്കെ കുറവാണ്. പക്ഷെ ആ USSR ചാം ഉണ്ടല്ലോ, അതിവിടെ കാണാം. ഞങ്ങളുടെ എനിക്ക് തോന്നുന്നു ഈ റിവർ സൈഡിൽ എവിടെയാന്ന് തോന്നുന്നു ഞങ്ങളുടെ റെസ്റ്റോറൻറ്റ് ഞാൻ ഇന്നിവരെ കൊണ്ടുപോകാൻ പോകുന്നത്. അടിപൊളി സ്ഥലം, അടിപൊളി. മാഡം നല്ല സ്ഥലം കണ്ടുപിടിച്ച് വന്നതാ. ഐ തിങ്ക് സോ ടുഡേ ഈസ് ഓൾസോ ഹോളിഡേ. ഇവിടെ കയറിയാലോ? ആ ഇത് തന്നെയാ സ്ഥലം. വാ. ഓ, ആ ചേഞ്ച് ഓഫ് എക്സ്പ്രഷൻ ഉണ്ടല്ലോ, അതാ സീരിയൽ പാരമ്പര്യ. ഒറ്റ മിനിറ്റിൽ എക്സ്പ്രഷൻ ചേഞ്ച് ആവുന്നത്. ദേഷ്യം, വിഷമം, സന്തോഷം, കുശുമ്പ്, അസൂയ, കൊണസ്റ്റ് എല്ലാം ഉണ്ട് ആ മുഖത്ത്. എന്നാ വാ, അതെനിക്കും ഉണ്ട്. ആ ഇവിടെ ബാൻഡൊക്കെ നടക്കുന്നുണ്ട് നമ്മുടെ ക്രിസ്മസ് മാർക്കറ്റില്. ഈവനിങ് ഇവിടെ സ്പെൻഡ് ചെയ്യാം. കോഫിയൊക്കെ കുടിച്ച് ഇവിടെ നിന്നൊക്കെ നടന്ന് ഒരു ഡോണട്ടൊക്കെ കഴിച്ച്. നല്ല കഫേന്ന് കണ്ട. ലൊക്കേഷൻ ഇസ് ലൈക്ക് 5 star on 5 star. മെയിൻ തിങ് ഇസ് എ ലൊക്കേഷൻ. ഒരു സൈഡിൽ റിവർ, മറ്റേ സൈഡിൽ പാർക്ക്, വെളിയിലിരിക്കാൻ അതുപോലെ സൗകര്യങ്ങൾ വേറെ. ഇത് 2 പേരുടെ ഫുഡ് നമ്മൾ മറന്നുപോയി ജോർജിയയിലാന്ന് ഒരു നിമിഷത്തേക്ക്. ഇതില് പോക്കുണ്ട്, പോക്ക് റിബ്സ്, ചിക്കന്റെ ഡ്രം സ്റ്റിക്സ്. ഇവിടെ പോക്ക് റിബ്സ് പ്രിയ. ഇവരുടെ ബ്രെഡ് എന്തുവാ, പിന്നെ 3 സോസ്. ഇവിടെ പോക്ക് റിബ്സ്. ഇതെന്താ, പുൾഡ് ബീഫ്.
അത് ബാർബിക്യൂ സോസ് വെച്ച് സ്മാഷ് പൊട്ടേറ്റോസ്. നമ്മൾ 4 ദിവസത്തേക്കുള്ള കഴിക്കാനുണ്ടല്ലോ. പയ്യായിരുന്നു കഴിക്കാം വൈകുന്നേരം വരെ, വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ. ഡാഡി മമ്മിയും പോയ വിഷമത്തില്ല. ഈ വലിയൊരു റെഡ് കളർ എന്തോ വെജിറ്റബിളാ. ഇത്രയും വലുതാ. നമുക്ക് ചൂടോടെ പുൾഡ്. എന്റെ അമ്മോ, ഇത് ബർഗറിന്റെ അകത്ത് കുറച്ച് ചീസും കൂടെ വെച്ച് കഴിച്ചാണ്ടല്ലോ. ഞാൻ കുറച്ച് ബീഫ് മാത്രം എടുത്തു നോക്കട്ടെ. ഓ മൈ ഗോഡ്, മെൽറ്റ് ഇൻ യുവർ മൗത്ത് സോഫ്റ്റ്. ഓ, അതിലൂടെ കുറച്ച് പൊട്ടേറ്റോസും കൂടെ എടുത്ത് കഴിച്ചാ പൊട്ടേറ്റോ സോ ഡെലിഷ്യസ്. വലിയ ഉപ്പില്ല, അതും പൊട്ടേറ്റോ കൂടെ മിക്സ് ചെയ്ത് കഴിച്ചാൽ മതി. ഉണ്ടല്ലോ, ഭയങ്കര റിച്ച് ആണ് ഇത്. ഒരു മസ്റ്റേർഡ് പീനട്ട് സോസ് പോലത്തെ ഒരു സോസാണ്. നമുക്ക് അതും ഇതിലൊന്ന് മുക്കിയിട്ട് കുറച്ച് പൊട്ടേറ്റോയും കൂടെ എടുത്ത് രണ്ടാം തീയതി മീല് തുടങ്ങുന്ന തന്നെ സൂപ്പറായിട്ട് അടിപൊളിയായിട്ടില്ലേ? 100% കമ്പാരിസൺ പോലും ഇല്ല. ഇത്ര നല്ല മീല് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ എന്താ പറയുക, ഡാഡി മമ്മിയോടൊപ്പം നമുക്ക് ഇങ്ങനത്തെ സ്ഥലത്ത് വരാൻ പറ്റില്ല. ഇത് ഹാർഡ് കോർ നോൺ വെജാ. അതുകൊണ്ടാണ് നമ്മൾ മിക്സ് ആയിട്ടുള്ള സ്ഥലങ്ങൾ നോക്കി നോക്കി പോയാൽ. പോക്ക് റിബ്സ് നോക്കട്ടെ, വലിയ വലിയ സ്ലാബ്സ് ആണ് പോക്ക് റിബ്സ്. ഓ വാവ്, തൊടുമ്പോൾ തന്നെ പൊളിഞ്ഞു വന്നിരിക്കുന്നതാണ്. നല്ല മീറ്റി പീസസ് ഓഫ് പോക്ക് റിബ്സ് ആണ്. പൊളിഞ്ഞ് വരുന്നു. ഓ ഓ ഓ, ഇങ്ങനത്തെ ഫുഡ് ഞങ്ങൾക്ക് എല്ലാ ദിവസവും കഴിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ജോർജിയ ഫേവറേറ്റ് ആയി പോയാൽ. തണുപ്പത്ത് ഇങ്ങനത്തെ റിച്ച് ഫുഡ് കഴിക്കാനുള്ളത്. സോ സോഫ്റ്റ്, സോ ടെൻഡർ. ഹോം മെയ്ഡ് ബാർബിക്യൂ സോസ് കുറച്ചൊരു സ്പൈസിൻ്റെ ഉണ്ട്, ഭയങ്കര സ്വീറ്റ് അല്ല. കുറച്ച് മെസ്സിയൊക്കെ കഴിക്കുകയാണെങ്കിൽ സോറി, ഭയങ്കരമായിട്ട് ഫുഡ് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇത് നോക്ക്, അടർന്ന് വരുന്ന പോക്കിന്ന്. മൈ ഗോഡ്, എന്തൊരു വെൽ കുക്ക്ഡ് മീറ്റ് ഇത്. ഇവിടെ അവർ ഉപ്പ് സെപ്പറേറ്റ് ആയിട്ടാണ് ബാഗിന് തന്നിരിക്കുന്നത് കേട്ടാ. ഉപ്പ് ജോർജിയക്കാർക്ക് വേണ്ടിയായിരിക്കും, വെറുതെ ഇടാനായിട്ട്. കറിയുണ്ട്, ഇതെങ്ങനെയാ കഴിക്കേണ്ടതെന്ന് അറിയില്ല. മതി, പശുവിൻ്റെ പോലെ കഴിക്കുമോ? നല്ല ഫ്രഷ് വെജിറ്റബിൾസ്, ഭയങ്കര ഫ്രഷ്. ഇപ്പൊ ഏതോ ഗാർഡനിൽ നിന്ന് പറിച്ചോണ്ട് ഒന്ന് പോലത്തെ ഇരിക്കുന്നു ടേസ്റ്റ് ഈ സാലറിക്കൊക്കെ. പറയാ ഏതു ഏലിയൻ മഷ്റൂംസ് ആണ്. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ കാണുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട്. എന്നോ ചാർ ഗ്രിൽഡ് മഷ്റൂംസ് പോലത്തെ. അങ്ങനെ കട്ട് ചെയ്യാവുന്ന സമയം കിട്ടിയിട്ടില്ല. ഇതൊക്കെ മാറ്റി കഴിയുമ്പോ കഴിഞ്ഞിട്ടില്ല. ഇതെന്താ പയർ മുളപ്പിച്ചത്? എന്താ കഴിച്ച ചിക്കൻ ഇസ് ഓൾസോ വെരി നൈസ്. ഒരു ബേക്ക്ഡ് ചിക്കൻ ആണ്, പക്ഷെ ഒരു ഫ്രൈഡ് ടേസ്റ്റ് കിട്ടുന്നുണ്ട്. എനിക്കിത് ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്കത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് ഓവനിൽ ബേക്ക് ചെയ്തെടുത്തിരിക്കുവാണ്. വളരെ ലൈറ്റ് സ്പൈസസ് ഇട്ട് നമ്മുടെ ഒരു അറബിക് ഗ്രിൽ ചിക്കൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ്. സോസിന് ആവശ്യമില്ല ആക്ച്വലി. ശരിക്കും എൻജോയ് ചെയ്ത ഫുഡ്. ഒരു മീറ്റ് ഫീസ്റ്റായിരുന്നു. ഇതിൻ്റെ പ്രശ്നം എന്താ അറിയോ, ഒന്നും വേസ്റ്റ് ചെയ്യാൻ തോന്നില്ല. ഇത് നോക്ക്, ക്യാപ്സിക്കം ആണെന്ന് തോന്നുന്നു. ആ കഴിക്കുമോ? ഞാനും ഭയങ്കര ഫുള്ളായി. ഞാനിപ്പോൾ ക്യാപ്സിക്കം വരെ കഴിച്ചുകൊണ്ടിരിക്കും. അതായത് തക്കാളി, സവാള, ഇതൊന്നും കഴിക്കാൻ പറ്റില്ല. മഷ്റൂമൊക്കെ വേസ്റ്റായി. ലൂയിജി അല്ലല്ല. ഓ, ഇത് ഫുൾ ഹാപ്പി ഡേ ആണല്ലേ, അമ്മയും മോനും ഒക്കെ. ഇപ്പോഴാണ് നല്ല ഒരു ഫീൽ. നമ്മൾ സാധാരണ ഇരുട്ടി വരുന്നുണ്ട്, പക്ഷെ ഇപ്പൊ നമ്മൾ നേരത്തെ വന്നോണ്ട് ലൈവ് മ്യൂസിക്കും DJയും ഒരു പക്ക യൂറോപ്യൻ ഫീൽ അല്ലേ. നല്ല വെതറും, വലിയ തണുപ്പില്ല കേട്ടോ ഇന്ന്. ആരൊക്കെ ഓടുന്നു. പെട്രോൾ. ഷ്രെക്കിന്റെ വൈഫ് അത്. ഗൂഫി, ഷ്രെക്ക് എല്ലാരും വരുന്നുണ്ട് കേട്ടാ.
ഗോകുവിന്റെ അടുത്ത് പോ. കൊച്ചി പോണ്ടേ? സ്കൈ അന്ന് ഗോകുവിന്റെ അടുത്ത് പോ. അഗ്ഗി ഹൈഫൈ കൊടുക്ക്. ഗോകുവിന് ഹൈഫൈ കൊടുക്ക്. വാ ഹൈഫൈ കൊടുക്കാൻ പറഞ്ഞാൽ ഹഗ് ചെയ്യുന്നു. ഇംഗ്ലീഷ് ക്യാരക്ടേഴ്സ് ഉണ്ട് കേട്ടോ. പോ പെട്രോള്, ജാപ്പനീസ് ക്യാരക്ടർ ഉണ്ട്, നറീട്ടോ, ഗോക്കു, പിന്നെ നമ്മുടെ ടോം ആൻഡ് ജെറി എല്ലാം ഉണ്ട്. മാരിയോ എവിടെയെന്ന് അറിയില്ല. അതേ പോയി ഹഗ് ചെയ്യുന്നു എല്ലാവരും ലൂയിജിനെ. ലൂയിജി ഹൈ ഡിമാൻഡ് ക്യാരക്ടർ എവിടത്തെ എവിടെ ഫുൾ നൈറ്റ് ആവുന്നതിന് മുമ്പ് ഭംഗി ഈ ഒരു ഈവനിങ് ടൈമിലാണ് ശരിക്കും. വേദുവിന്റെ ഫേവറേറ്റാ ഗോക്കു. ഡാഡി മമ്മി പോയി കഴിയുമ്പോ ഉണ്ടല്ലോ എപ്പോഴും എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളും വൈബൊക്കെ കൂടും. അത് ഡാഡി മമ്മി പോയി കഴിയുമ്പോഴാണ് നമ്മള് കറക്റ്റ് ടൈമിൽ ഇറങ്ങുന്നത്. അത് തന്നെയാ. അല്ലെങ്കിൽ പ്രിയ ലേറ്റ് ആവും. ഡാഡി മമ്മി ഉള്ളത് കൊണ്ട് പ്രിയ ലേറ്റ് ആക്കും. അവര് പോയി കഴിയുമ്പോ കറക്റ്റ് ആയിട്ട് ഇറങ്ങും. ഡാഡി കാണട്ടെ വീഡിയോ. വേദുവിനെ ഇവിടെ കൊണ്ടുവന്ന VR-ന്റെ കളിയാണ്. പക്ഷെ കുട്ടികൾക്ക് പറ്റിയ സ്ഥലമാണ് ശരിക്കും. VR മാത്രമല്ലാതെ കുറെ ബമ്പർ കാസ്, ഇങ്ങനെ ക്യാരക്ടേഴ്സ്, അല്ലാതെ ഇതുപോലെ ബഞ്ചി ജമ്പിങ്, കാരസോൾ റൈഡ്സ് എല്ലാം ഉണ്ട്. പ്രിയക്കാണെങ്കിൽ അന്ന് കുടിച്ച ഹോട്ട് ചോക്ലേറ്റ് ഇവിടുന്ന ബ്ലൂ കണ്ട ദേടാ. അവതാറിനോട് ഹായ് പറ. ബാലി പിടിച്ച് വലിക്കല്ലേ. അമ്മ ഇങ്ങനെ പൊള്ളായിട്ടൊക്കെയാ. വെറുതെ ഒന്ന് ഓടിപ്പോയി പെർമിഷൻ ഒക്കെ ചോദിച്ചിട്ടേ ചെയ്യുള്ളൂ. ഹൈറ്റ് ചാടണം കേട്ടാ. ഓ നല്ല ഹൈറ്റ് ചാടും. ദേ പോന്നവൻ. എന്തായാലും ജോർജിയ അവൻ സൂപ്പർ, അതേ പറയുള്ളൂ കേട്ടാ. അതെ ഹോട്ട് ചോക്ലേറ്റ് വാങ്ങി ബാൻഡ് പെർഫോമൻസ് തുടങ്ങി. വേഗം വാ, അന്ന് കാണാൻ പറ്റിയില്ല. ഹാപ്പി, അടിപൊളി. ഡാഡി മമ്മി മിസ്സായി. പ്രിയ കാരണം എപ്പോഴും ലേറ്റ് ആയി ഇറങ്ങി. ഇന്ന് ഇവ കറക്റ്റ് ടൈമിന് ഇറങ്ങി. അല്ലെങ്കിൽ ഇത് തൊട്ട് എല്ലാ ദിവസവും കറക്റ്റ് ടൈമിൽ ഇറങ്ങും കേട്ടോ പ്രിയ. ഓക്കെ ഗൈസ്, സോ ഡാഡി മമ്മി പോയി. പെട്ടെന്ന് ഒരു സൈലന്റ് ആയ ഒരു ഫീലിംഗ്. ഞങ്ങൾ ഇന്ന് പോകണ്ടായിരുന്നു. ഇനി എപ്പോൾ പോകും എന്നറിയില്ല. ഹോപ്പ്ഫുള്ളി വിത്തിൻ 3 to 4 days വിൽ ഗോ ആൻഡ് വിൽ ട്രൈ ടു മേക്ക് ദ മോസ്റ്റ് ഓഫ് ഇറ്റ്. ഇവിടെ ഇരുന്ന് വിഷമിക്കാതെ അല്ലെങ്കിൽ ആ കാര്യമൊക്കെ വിട്ട് ഇനിയും നല്ല വ്ളോഗ്സും ചെയ്ത് ഞങ്ങളും എൻജോയ് ചെയ്യാൻ നോക്കുന്നതായിരിക്കും. ഡാഡി മമ്മി റീച്ച് സേഫ് ഹോപ്പ്ഫുള്ളി. അത് ഞാൻ നാളത്തെ വീഡിയോയിൽ പറയാം. സോ അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ.